Okay, our new chapter is circle measures, circle and polygons. It is easy to calculate the perimeter of a polygon just to add the length of sides. നമുക്കൊരു പോളിഗണിൻ്റെ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ തന്നിരിക്കുന്ന സൈഡ്സ് ഒക്കെ ആഡ് ചെയ്താൽ മതി. Okay, here there is a regular pentagon. It is easier still. Okay, here perimeter equal to 6 into 2 equal to 12 cm. Regular ആണ്, വൺ സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1, 2, 3, 4, 5, 6 സൈഡ്, therefore 6 into 2 equal to 12 cm. ഇനി നമുക്ക് സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ എന്താ ചെയ്യുക? സർക്കിൾ റൗണ്ട് ഷേപ്പാണ്. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് പെരിമീറ്റർ? ഹിയർ ദർ ഇസ് എ സർക്കിൾ വിത്ത് ഇൻസൈഡ് എ ട്രയാങ്കിൾ. നമ്മൾ ഒരേ സെയിം സൈസിലുള്ള സർക്കിളാണ്. നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ, ദെൻ സ്ക്വയർ, ദെൻ പെൻറ്റഗൺ, ഹെക്സഗൺ. ഓരോ പ്രാവശ്യം നമ്മുടെ പിക്ചർ വരയുന്നതിന് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കൂടുതലായിട്ട് സർക്കിളായിട്ട് മാറുന്നത് കാണാം നിങ്ങൾക്ക്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അടുത്തെത്തി. ഇനി കൂടുതൽ സൈഡ് ആകുമ്പോൾ നമ്മുടെ സെയിം സർക്കിളായിട്ട് തന്നെ മാറിക്കൊണ്ടേയിരിക്കും. ലുക്ക് ദിസ് പിക്ചർ. ദിസ് ഈസ് എ പോളിഗൺ വിത്ത് എ സർക്കിൾ. ഇത് സർക്കിളിൻ്റെ ഉള്ളിൽ പോളിഗൺ വരഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് സൈഡുള്ള ഒരു പോളിഗണാണിത്. ഇത് നിങ്ങൾ IT മിസ് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം. ദിസ് ഈസ് എ പോളിഗൺ വിത്ത് എ സർക്കിൾ. ഓക്കെ, നമുക്കത് സർക്കിളായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് സൈഡ്സ് നമുക്ക് വരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കതിനെ സർക്കിളായിട്ട് തന്നെ തോന്നും. ദിസ് ഈസ് എ പോളിഗൺ. ഇത് പോളിഗൺ ആണ്. പക്ഷേ പോളിഗണിൽ നമുക്ക് എന്തായിട്ട് കാണുന്നത് നോക്കിയാൽ മനസ്സിലാവും, സൈഡ്സ് ആണ്. അവിടെ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് പിക്ചർ വരഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് എ സോ മെനി സൈഡ് പോളിഗൺ. The picture shows a regular polygon of 20 sides drawn inside a circle. സർക്കിളിൻ്റെ ഉള്ളിൽ 20 സൈഡ്സ് വെച്ചിട്ട് വരഞ്ഞ ഒരു പോളിഗൺ ആണ്. വി ക്യാൻ ഹാർഡ്ലി ഡിസ്റ്റിങ്വിഷ് ദ പോളിഗൺ ഫ്രം ദ സർക്കിൾ. അപ്പം നമുക്ക് സർക്കിൾ ആണോ അത് പോളിഗൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദിസ് ഈസ് എ ഫിഗർ ലൈക്ക് ദിസ്. അത് സൂം ചെയ്തിട്ടുള്ള പൊസിഷനാണ് ഇത്. കണ്ടില്ല നിങ്ങൾ? റെഡ് കളറിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ സൈഡ്സ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് approximately equal to a circle. Here there is a picture with a perimeter 2.94. അപ്പോൾ നമ്മൾ സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഹിയർ there is a 5 sided and here how many sides means n equal to 10. number of sides increase ചെയ്യുന്നതാണ്. ഹിയർ സൈഡ് 5 side, ഹിയർ സൈഡ്സ് number of sides 10 side and number of sides is 20. then number of sides equal to 30 ആകുമ്പോൾ അത് കംപ്ലീറ്റ് സർക്കിളിനായിട്ട് മാറി. അപ്പോൾ നമുക്കത് പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സർക്കിളായിട്ട് തന്നെ മാറി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിളിൻ്റെ പെരിമീറ്റർ കാണണമെങ്കിൽ സർക്കിളാണ്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മളത് മെഷർ ചെയ്ത് നോക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് യൂസിങ് ദർ ഇസ് എൻ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ഹൗ ടു ഫൈൻഡ് പെരിമീറ്റർ. കേൾക്കോ? നമുക്ക് എപ്പോഴും നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ പറയാം. നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മുന്നൊരു കാര്യം പറയാം. നിങ്ങളുടെ വീടുകളിൽ എന്തുണ്ടോ, കുറേ നമ്മുടെ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പാത്രത്തിൻ്റെ മൂടികൾ ഇരിപ്പുണ്ടാവും. ആ മൂടികൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ അവിടെ ഒന്ന് കടുക്, നമ്മുടെ പഞ്ചസാര, കടല, ചെറുപയർ, ഉഴുന്ന് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പാട്ടകളുടെ മൂടികൾ വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിൽ, സെയിം സൈസുള്ളത് വേണ്ട, ഡിഫറെൻറ്റ് സൈഡ്സുള്ള മൂടികൾ നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ മൂടി ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ചുറ്റുമുള്ള മെഷർമെൻറ്റ് നോക്കുക. ത്രെഡ് വെച്ചിട്ട് അത് വെച്ച് നിങ്ങൾ ഷേപ്പിനനുസരിച്ചിട്ട് എന്തായിരിക്കും അത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ആദ്യം ചെറുതെന്ന് തുടങ്ങാം. ആദ്യം നിങ്ങൾ ആ മൂടികൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് അസെൻഡിങ് ഓർഡറിലേക്ക് വെക്കുക. അസെൻഡിങ് ഓർഡറിൽ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് മെഷർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ സെൻറ്റർ, അതായത് ഡയമീറ്റർ മെഷർ ചെയ്യുക. ഡയമീറ്റർ നമുക്ക് സെൻറ്റർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏകദേശം കിട്ടുള്ളൂ. അത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നോക്കിയാൽ മതി. സർക്കിൾ കണ്ട ഏകദേശം സെൻറ്റർ എവിടെ വരുമോയെന്ന് അറിയാമല്ലോ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാം. ഇനി ത്രെഡ് വെച്ച് മെഷർ ചെയ്തതും ഈ ഡയമീറ്ററും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എല്ലായ്പ്പോഴും ഒരേ ആൻസറാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. Okay, here first question, prove that the circumcenter of a equilateral triangle is the same as its centroid. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈക്വൽ ട്രയാങ്കിളിൻ്റെ സർക്കംസെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രോയിഡും കൂടിയാണ്.
Calculate the length of a side equilateral triangle with the vertices on a circle, diameter 1 centimeter. Calculate the perimeter of such a triangle. Okay, we want to find out these three answers. Here there is a picture with the equilateral triangle and this is a perpendicular bisector. ഇവിടുന്ന് പറഞ്ഞാൽ നമുക്കറിയാം CF is a perpendicular bisector and BE is a perpendicular bisector. AD is also perpendicular bisector. This line passes through center. This is a median of the sides, median of the triangle. ഇതൊക്കെ median ആണ്. AD, BE, CF are medians of this picture. Here consider triangle ABC, ABC, AB, BC, AC are equal because this is an equilateral triangle. AB, BC, AC are equal. Here D, E, F are the midpoint. Here F, D, E are midpoint because this is a perpendicular bisector with the midpoint. AB's midpoint is F, BC's midpoint is D, AC midpoint is E. And also we know that AD, CF, BE are medians. O is the centroid. Centroid means all medians passing through same point. നമ്മുടെ ഈ ലൈൻസ് എല്ലാം പാസ് ചെയ്ത് പോകുന്നത് സെയിം പോയിന്റിലാണ്. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് സെൻട്രോയിഡ്. ദിസ് ഈസ് എ സർക്കം സെൻറ്റർ ഓൾസോ. ഇത് സർക്കം സെൻറ്ററും കൂടിയാണ്. സർക്കം സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരഞ്ഞിട്ട് സർക്കം സെൻറ്റർ അതിന് നമുക്ക് ഇതിങ്ങനെ വരയുന്നത് നമ്മൾ ഈ പിക്ചർ വരയാൻ പഠിച്ചിട്ടുണ്ട്. Okay, this type of figure is called circumcircle and this is called circumcenter and this all medians passing through same point, this is called centroid. Okay, we want to prove that circumcenter is O. നമ്മുടെ ഈ സെൻട്രോയിഡ് തന്നെയാണ് സർക്കംസെൻറ്റർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ സെൻട്രോയിഡ് തന്നെയാണ് സർക്കംസെൻറ്റർ. In an equilateral triangle, the line drawn from any vertex to the midpoint of the opposite side is perpendicular to that side. So CF perpendicular to AB, BE perpendicular to AC and AD perpendicular to BC. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതൊക്കെ പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. സോ CF perpendicular to AB, BE perpendicular to AC, ഇത് പെർപെൻഡിക്കുലറിൻ്റെ സൈനാണ്. BE perpendicular to AC and AD perpendicular to BC. Here we know that the perpendicular bisector of a chord of a circle passes through the center of that circle. നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ കോഡ്. കോഡിൻ്റെ പെർപെൻഡിക്കുലർ എപ്പോഴും ഇതിലൂടെ കടന്നു പോകുന്നു, സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. പെർ സർക്കിൾ നമ്മളൊരു സൈഡ് എടുത്താൽ, അതായത് സൈഡ് മീൻസ് നമ്മുടെ ഇതിപ്പം നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡാണ്. ആ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് എ ബി എന്ന് പറയുന്നതിൻ്റെ ഈ സെൻറ്ററിൽ നിന്നുള്ളത് ഇതാണ് കോഡ് എന്ന് പറയുന്നത്. ദിസ് കോഡ് ബൈസെക്ടർ. ബൈസെക്ടർ മീൻസ് ഹിയർ എ എഫ് ആൻഡ് ബി എഫ് ഈസ് ഈക്വൽ. ഇതെന്താണ് ഈ പോയിന്റ് മിഡ് പോയിൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻ. അപ്പോൾ ഇത് സെൻറ്റർ ആണെന്നുള്ള കാര്യമാണ് പറയുന്നത്. Bisector of a chord of a circle passes through the center of that circle. So perpendicular bisector that meet is the circumcenter. അപ്പോൾ ഇതെന്താണ്? ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നെയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ഈസ് ദ സർക്കംസെൻറ്റർ. അതാണ് സർക്കംസെൻറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ട്രയാങ്കിൾ. നമുക്കത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. അവിടെ നമുക്ക് ഓർഡിനറി അറിയുന്നൊരു കാര്യമുണ്ട്. ഇഫ് ആംഗിൾസ് ആർ 30, 60, 90 ദെൻ സൈഡ്സ് റേഷ്യോ 30 ഓപ്പോസിറ്റ് 1, 90 ഓപ്പോസിറ്റ് 2 and 60 opposite √3. But here we want to consider ABC equal triangle with a side 1 centimeter. Here given the side of a equilateral triangle is 1 centimeter. 1 centimeter. Diameter is 1 centimeter. In our question, diameter is given 1. Diameter of the circle 1 centimeter. Therefore, OA is the half of. OA is the radius. OA എന്ന് പറഞ്ഞ radius ആണ്. We know that diameter 1. Therefore, OA equal to half. If diameter equal to 1, diameter means passing through the line. Passing line through center. That is 1 centimeter. Therefore, OA is half. OA half. We know that here 2, then 1 √3. Then 2 instead we can write half. ഇവിടെ half എഴുതിയാൽ ഇവിടെ 2 ആകുമ്പോൾ ഇവിടെ 1 ആണ്. ഇതിൻ്റെ പകുതിയാണ് വരുന്നത്. So 2 half. Here half. Then here 1/4. Here √3/4. Here half, then here 1/4, here √3/4. This is our measurement using that relation. 30, 60, if angles are 30, 60, 90, then sides ratio 1:√3:2.
One side of a triangle equal to, one side of a triangle means here AF. AF means AF is root 3 by 4. AF is root 3 by 4. AB means root 3 by 4 plus root 3 by 4. These two distance equal. This is a midpoint. Here root 3 by 4. This is also root 3 by 4. Therefore, we can write AB equal to 2 into root 3 by 4. One side of a triangle AB equal to 2 into root 3 by 4. Here 2, here 4 got cancelled. Here 2 balance. Therefore, root 3 by 2. This is one side of a triangle equal to root 3 by 2. Then perimeter of triangle equal to 3 into side. Perimeter of triangle equal to 3 into side. Equilateral triangle ആണ്. So, perimeter equal to 3 into side. നമുക്ക് perimeter എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ആഡ് ചെയ്യാനാണ്. ബട്ട് സ്ക്വയറിൻ്റെ കാര്യത്തിൽ നമുക്ക് 4 into side എന്ന് പറയാം. ഇത് equilateral triangle ആയതുകൊണ്ട് we can write 3 into side. 3 into root 3 by 2. 3 into root 3 by 2. 3 root 3 by 2. 3 into root 3 root 3 by 2. This is our answer. And second question. Calculate the perimeter of a square with the vertices on a circle of diameter 1 centimeter. Calculate the perimeter of a square with vertices on a circle of diameter 1 centimeter. നമ്മുടെ diameter എന്ന് പറയുന്നത് ഇതാണ് 1 centimeter ആണ് ടോട്ടൽ. AC 1 ആണ്, BD 1 ആണ്. So OA equal to half, OB equal to half. OA, OB is half. Okay, OA and OB are half. OA equal to half, OB equal to half. This is also right triangle. The perpendicular to each other ആണ്. ഇത് നമ്മുടെ സ്ക്വയർ ആണ്. സ്ക്വയറിൽ നമുക്ക് diagonals draw ചെയ്താൽ ഇതെന്തായിരിക്കും 90 degree ആയിരിക്കും. All angles are 90 degree. Therefore, we consider right triangle AOB. Right triangle AOB. In right triangle AOB, AB equal to, AB is hypotenuse. This is hypotenuse, this is base and this is altitude. Therefore, AB equal to half square plus half square. This is right triangle AOB. OA is base, OB is altitude, hypotenuse is AB. Therefore, AB equal to root half square plus half square. Half square means 1 by 4. Half square is 1 by 4. 1 by 4. Half plus half. 1 by 4 plus 1 by 4. Quarter plus quarter is equal to half. Half root half equal to root 1 by root 2. Therefore, 1 by root 2. Perimeter equal to 4 into 1 by root 2. 4 into side. Perimeter of a square equal to 4 into side. Side is 1 by root 2. Therefore, 4 into 1, 4 by root 2. 4 by root 2 centimeter is perimeter of this square. Third question. Calculate the perimeter of regular hexagon with the vertices on a circle of diameter 1 centimeter. നമുക്ക് എന്ത് കാണണം? റെഗുലർ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ കാണണം. അത് സർക്കിളിലാണ്. ഡയമീറ്റർ 1 centimeter ആയിട്ടുള്ള സർക്കിളിൽ വരഞ്ഞിരിക്കുന്ന റെഗുലർ ഹെക്സഗൺ ആണ്. ഓക്കെ, ഹിയർ ഐ ഡ്രോ എ റെഗുലർ ഹെക്സഗൺ. Regular hexagon with diameter 1. Diameter 1 means radius half. This CF equal to 1, AD equal to 1, BE equal to 1. For OA, OB, OC, OD, OE, OF equal to half. Total 1 centimeter. Therefore, radius is half. Radius equal to half. OA, OB all are half centimeter. Here hexagon divides into 6 triangle. Hexagon divides 6 equilateral triangle. So all angles are 60 degree. This is equilateral triangle. These all triangles are equilateral. How to know that this is equilateral triangle? We know that these two sides are equal. Okay, two sides are equal. Also we know that here total angle 360 degree. Total 6 triangle. Therefore 60 by 6 equal to 60 degree. All angles are 60 degree. These two angles are same. That means here 60, here also 60. Therefore, this is equilateral triangle. All triangles are equilateral triangle. Consider equal triangle OAB. 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 All angles are 60 degree. Therefore, perimeter means we know that these two sides half. These two OA and OB half. Therefore, AB equal to half because this is equilateral triangle. Half. All sides are half. AB half. BC half. CD half, DE half, AF half, EF half. All sides of this regular hexagon is half centimeter. Therefore, perimeter equal to, perimeter means we add all halves. ഇവിടെ 6 half നമുക്ക് add ചെയ്യണം. So, write 6 into half. 6 times half add.
half plus half plus half plus half plus half plus half. 6 time add, then instead we can write 6 into half. 6 into half equal to 3 centimeter.